ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു കോവയ്ക്ക കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു തവണ നിങ്ങൾ ഇതുപോലൊരു കോവയ്ക്ക കറി തയ്യാറാക്കി നോക്കൂ, നിങ്ങളുടെ ഫേവറേറ്റ് കറികളിൽ ഒന്നായിട്ട് ഇത് മാറും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ കോവയ്ക്ക കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 400 ഗ്രാം അളവിൽ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ കോവയ്ക്കയും ഇതുപോലെ 4ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. തീരെ ചെറുത് മാത്രം 2ആയിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ വേണം ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത്, ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. കൂടെ തന്നെ ചെറിയ സവാളയിൽ 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 1.5 സവാള മതിയാവും. സവാളയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരല്പ നേരം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും ഇതിന് വേണ്ടിയിട്ട് ഇനി ചെറിയൊരു മസാല കൂട്ട് തയ്യാറാക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലൊന്ന് എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ ഇതിനോടൊപ്പം വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ ഒരു 3 എണ്ണം. ഇനി നമുക്ക് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടി ഒന്ന് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. കൂടെ വേണ്ടത് പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കൂടെ ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുഴുവൻ പെരിഞ്ജീരകം കൂടി. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ തൈരും കൂടിയാണ്. അധികം പുളിയില്ലാത്ത തൈര് നോക്കിയെടുക്കണം. 1/4 കപ്പും കൂടി ചേർക്കാം. ഇത്രയും ചേർത്ത് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു കൂട്ട് ചേർക്കാവുന്നതാണ്. ഇതും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ചേർക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി. അപ്പോൾ ഇത്രയും മസാലകളും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ മസാലയുടെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കാം. വെള്ളം ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ നന്നായിട്ട് എന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ ഇനി ഇതിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്ത് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് നമ്മുടെ കോവയ്ക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതുപോലെ തന്നെ ഗ്രേവി എല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റി കിട്ടണം. ആ ഒരു സമയം വരെ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിം മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിരുന്നാൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്രേവി വറ്റിപ്പോവും, കോവയ്ക്ക വേകാതെ കിട്ടും. അതിൻ്റെ പേരിൽ കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ കോവയ്ക്ക വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് അടച്ച് വെക്കാം. ഒരല്പം നേരം കൊണ്ട് ഇതിങ്ങനെ ഒന്ന് തിളക്കുകയാണ്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവി എല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോവയ്ക്ക വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം കറിവേപ്പില ചേർക്കാം. ഇനി ഒരല്പം ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കാവുന്നതാണ്. ചില്ലി ഫ്ലേക്സും ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്ത് മാത്രം സോഫ്റ്റായിട്ട് നമ്മുടെ കോവയ്ക്ക എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന്. ഇതുപോലെ കോവയ്ക്ക നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുമ്പോഴായിരിക്കും നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് കുറുകി കിട്ടുന്നത്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.